ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇലോൺ മസ്ക് എന്നിവരെ പോലെയുള്ള പ്രശസ്തരായ വിജയികളായ ലോകം മറയുന്ന പല സെലിബ്രിറ്റീസുകളും എന്തിനാണ് ഉത്തരബോധി മുദ്ര ഉപയോഗിക്കുന്നത്? എന്താണ് ഉത്തരബോധി മുദ്ര? ഇത് ഉപയോഗിക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരമോന്നത പ്രബുദ്ധതയുടെ മുദ്ര എന്നറിയപ്പെടുന്ന ഉത്തരബോധി മുദ്രയുടെ പുരാതനവും ശക്തവുമായ രഹസ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളുടെ മാനസിക വ്യക്തിഗത, ആത്മീയ അവബോധം, ആന്തരിക ഊർജം എന്നിവ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മുദ്രയെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പല വീഡിയോകളിലായി ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇലോൺ മസ്ക് പോലെയുള്ള പല സെലിബ്രിറ്റീസുകളും അവരുടെ കൈകളിൽ പല മുദ്രകളും പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എന്താണ് മുദ്രകൾ? നമ്മുടെ പുരാതന ചരിത്രത്തിൽ 5000 വർഷങ്ങൾ പഴക്കമുണ്ട് ഈ മുദ്രകൾക്ക്. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഊർജത്തെ ശരിയായ സ്ഥലത്ത് എത്തിക്കാനും ശരിയായ രീതിയിൽ നിലനിർത്താനും നമ്മുടെ ശരീരത്തിൽ തന്നെ പല ചിഹ്നങ്ങളും പല സ്ഥലങ്ങളുമുണ്ട്. ആയുർവേദം പറയുന്നത് നമ്മുടെ ശരീരം 5 ഘടകങ്ങളാൽ നിർമ്മിതമാണെന്നാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇവയെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു. ഈ 5 ഘടകങ്ങൾ സന്തുലിതാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും പൂർണ്ണ ആരോഗ്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലുമായിരിക്കും. അതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകും. അത് നമ്മുടെ ശാരീരികമായോ മാനസികമായോ രോഗങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. നമ്മുടെ ഓരോ വിരലുകളും ഓരോ മൂലകത്തെ പ്രതിനിധീകരിക്കുന്നു. തള്ളവിരൽ അഗ്നി, ചൂണ്ടുവിരൽ വായു, നടുവിരൽ ആകാശം, മോതിരവിരൽ ഭൂമി, ചെറുവിരൽ ജലം. ഇവയെ ഏകീകരിക്കാനും സന്തുലിതാവസ്ഥയിലാക്കുന്നതിനും ആത്മീയമായി ഉയരാനും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഓരോ മുദ്രകളും നമ്മെ സഹായിക്കുന്നു. എന്താണ് ഉത്തരബോധി മുദ്ര? ഉത്തരബോധി മുദ്ര നമ്മുടെ ശരീരത്തിലെ ഊർജം സംപ്രേഷണം ചെയ്യുന്നതിനും സന്തുലിതമാക്കുന്നതിനുമായി ധ്യാനത്തിലും യോഗ പരിശീലനങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പ്രതീകാത്മക കൈ ആംഗ്യമാണ്. ഇതിനെ ജ്ഞാനോദയത്തിൻ്റെ ആംഗ്യം എന്ന് വിളിക്കുന്നു. കാരണം ഇത് ആഴത്തിലുള്ള അവബോധവും ഉയർന്ന ബന്ധവും നമ്മളിൽ കൊണ്ടുവരുന്നു. ഉത്തരബോധി മുദ്ര അഭ്യസിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ. ഇനി ഈ മുദ്ര പരിശീലിക്കുന്നതിൻ്റെ അവിശ്വസനീയമായ നേട്ടങ്ങൾ നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. മാനസിക വ്യക്തത വർദ്ധിപ്പിക്കുന്നു, ആത്മീയ അവബോധം വർദ്ധിപ്പിക്കുന്നു, ഏകാഗ്രതയും ശ്രദ്ധയും മെച്ചപ്പെടുത്തുന്നു, സമ്മർദ്ദവും ഉത്കണ്ഠയും ഒഴിവാക്കുന്നു, മനസ്സിനും ശരീരത്തിനുമിടയിലുള്ള ഊർജപ്രവാഹം സന്തുലിതമാക്കുന്നു, ആന്തരിക സമാധാനത്തിൻ്റെയും പ്രബുദ്ധതയുടെയും ഒരു ബോധം പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മുദ്ര പതിവായി പരിശീലിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഉത്തരബോധി മുദ്ര എങ്ങനെ പരിശീലിക്കാം? ഇനി ഉത്തരബോധി മുദ്ര ഘട്ടം ഘട്ടമായി എങ്ങനെ നിർവഹിക്കുമെന്ന് പഠിക്കാം. 1. സുഖപ്രദമായി ധ്യാനാസനത്തിൽ ഇരിക്കുക. നിങ്ങൾക്ക് തറയിലോ കസാരയിലോ കാലുകൾ കയറ്റി നിങ്ങളുടെ നടു നേരെയാകുന്ന വിധത്തിൽ ഇരിക്കുക. 2. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ നെഞ്ചിന് മുന്നിൽ കൊണ്ടുവരിക. 3. ഈ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ ഉത്തരബോധി മുദ്ര പിടിക്കുക. 4. നിങ്ങളുടെ മുദ്ര നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തായി നിങ്ങളുടെ കൈകൾ നെഞ്ചിൽ നിന്നൊരു ചെറിയ അകലത്തിൽ വെക്കുക. 5. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുക. നിങ്ങൾ ശ്വസിക്കുമ്പോൾ പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് വരുന്നതും നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിഷേധാത്മകത പുറന്തള്ളുന്നതിലും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് 5-10 മിനിറ്റ് നേരം തുടരുക. നിങ്ങൾക്ക് കൂടുതൽ സുഖകരമാകുമ്പോൾ ക്രമേണ ദൈർഘ്യം വർദ്ധിപ്പിക്കുക. എപ്പോൾ, എത്ര സമയം ഉത്തരബോധി മുദ്ര പരിശീലിക്കണം? ദിവസത്തിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഉത്തരബോധി മുദ്ര പരിശീലിക്കാം. എന്നിരുന്നാലും ധ്യാന സമയത്ത് അതിരാവിലെ തന്നെ അനുയോജ്യമാണ്. കാരണം ആ സമയത്ത് മനസ്സ് ശാന്തവും ഏകാഗ്രവുമാണ്.
5 മിനിറ്റ് പരിശീലിച്ചുകൊണ്ട് ആരംഭിക്കുക. ക്രമേണ 15 മിനിറ്റ് 20 മിനിറ്റായി വർദ്ധിപ്പിക്കുക. പതിവായി കൂടുതൽ തവണ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആഴത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉത്തരബോധി മുദ്രയെ പരമോന്നത പ്രബുദ്ധതയുടെ മുദ്ര എന്നറിയപ്പെടുന്നു. ഇത് ദൈവികമോ സാർവത്രികവുമായ ബോധവുമായുള്ള വ്യക്തിഗത ബോധത്തിൻ്റെ ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്നു. യഥാർത്ഥ ശക്തിയും ജ്ഞാനവും ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് ഈ കൈ ആംഗ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് പതിവായി പരിശീലനത്തിലൂടെ നമ്മുടെ ആന്തരികതയെ ഉണർത്താൻ നമുക്ക് കഴിയും. നിങ്ങളുടെ ദിനചര്യയിൽ ഉത്തരബോധി മുദ്ര ഉൾപ്പെടുത്തുന്നത് മാനസിക വ്യക്തതയുടെയും ആത്മീയ പ്രബുദ്ധതയുടെയും ഒരു അവസ്ഥ കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കും. സ്വയം വളർച്ച, മനസാന്നിധ്യം, ആന്തരിക സമാധാനം എന്നിവയുടെ യാത്രയിൽ ഏതൊരാൾക്കും ലളിതവും എന്നാൽ ശക്തവുമായ ഉപകരണമാണിത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരും ഹാപ്പിയായി പോസിറ്റീവായിരിക്കുക.